ഷാഹി കബീർ എഴുതിയ മറ്റൊരു പോലീസ് ചിത്രം എന്ന നിലയ്ക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരുപാട് പ്രതീക്ഷയോടെയാണ് കണ്ടത്. ഇതിനു മുമ്പ് എഴുതിയ 2 സിനിമകൾ ജോസഫും നായാട്ടും കാണികൾക്കിടയിൽ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ സിനിമകളാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു ആക്ഷൻ ത്രില്ലറാണ്. ഫൈറ്റിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇത്തവണ. ജോസഫ്, നായാട്ട് പോലുള്ള സിനിമകളുടെ ഒരു രീതിയല്ല. അതിപ്പോ ഏത് രീതിയായാലും സംഗതി എൻഗേജിംഗ് ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ എൻഗേജിംഗ് ആകണം. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. നല്ല ഗംഭീരം തുടക്കമാണ് ഈ സിനിമയുടേത്. കുഞ്ചാക്കോ ബോബന്റെ ഇൻട്രോ സത്യത്തിൽ അപ്രതീക്ഷിതമായ രീതിയിൽ ഗംഭീരമായിരുന്നു. കുഞ്ചാക്കോ ബോബൻ ഇതുവരെ ചെയ്തു കണ്ടിട്ടില്ലാത്ത തരം ഒരു കഥാപാത്രം, ഒരു മുരടൻ പോലീസ്. വരുംവരായ്മകൾ നോക്കാതെ പെരുമാറുന്ന, ആങ്കർ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന, എന്നാൽ ക്ലെവർ ആണെന്നും തോന്നിപ്പിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. എന്തോ ഒരു കുഴപ്പം ഇയാൾക്കുണ്ടെന്ന് മറ്റ് പോലീസുകാരുടെ ഇയാളോടുള്ള പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് പിടികിട്ടും. ഒരു സാധാ മാലമോഷണ കേസിൽ നിന്നും അന്വേഷിച്ചു വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന ട്രാജഡി വെളിവായി വരുന്ന ആ കണക്ഷൻ കൊടുക്കലൊക്കെ ഒരു നല്ല സീറ്റഡ് ത്രില്ലർ അനുഭവം തന്നെ തന്നു. സത്യത്തിൽ ഒരു പകുതി മുക്കാൽ വരെയൊക്കെ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് കുറച്ച് ഡ്രാഗ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. അത്യാവശ്യം റിയലിസ്റ്റിക് ആയി പോയിക്കൊണ്ടിരുന്ന സിനിമയിലെ ഫൈറ്റ് സീന് ഒട്ടും റിയലിസ്റ്റിക് ആയിരുന്നില്ല. മോർച്ചറി ഫൈറ്റിൽ തലക്കിട്ടൊക്കെ എമ്മാതിരി ഇടിയാണ് ഇടിക്കുന്നത്. എന്നിട്ട് തൊട്ടടുത്ത നിമിഷം ഇവരൊക്കെ ഒന്നും സംഭവിക്കാത്തതുപോലെ നടന്നുവന്ന് പിന്നെയും ഫൈറ്റ് ചെയ്യും. 1-2 തവണയല്ല ആ ഫൈറ്റ് സീന് ഇത് തന്നെയാണ് പണി. സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റിനോട് ചേർന്ന് പോകുന്നതായി തോന്നിയില്ല ഫൈറ്റ് സീനിലെ ഈ കാര്യങ്ങൾ. അതുവരെ വളരെ ലോജിക്കോടെ പോയിക്കൊണ്ടിരുന്ന സിനിമയിൽ ഇത് കാണുമ്പോൾ അത്ര രസിച്ചില്ല. ഫുൾ ടൈം ഡ്രഗ് അടിച്ച് നടക്കുന്നവർക്കൊക്കെ ഇത്ര സ്റ്റാമിന ഉണ്ടാകുമോ എന്നൊരു ഡൗട്ടുമുണ്ട്. അതുപോട്ടെ, എനിക്ക് വേറൊരു പ്രശ്നമായി തോന്നിയത് നായകന്റെ മകൾ മരിച്ചത് നായകന്റെ സ്വഭാവം കാരണമാണ് എന്നതിൽ നിന്നും മാറി അവസാനമാകുമ്പോൾ നായകനെ നല്ലവനാക്കുന്ന ഒരു സീനുണ്ട്. സംഭവം ഭാര്യയുടെ ഇടപെടലാണ് വില്ലന്മാരുടെ റിവെഞ്ചിലേക്ക് നയിക്കുന്നതെങ്കിലും മകൾ അപ്പോൾ മരിക്കാൻ കാരണം നായകന്റെ ആ പൊട്ടിത്തെറിച്ച സ്വഭാവം തന്നെയല്ലേ. ടീനേജ് പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് അച്ഛൻ ഈ ഒരു കാരണത്താൽ അത്രയും വയലന്റായി പെരുമാറുന്നത് കൊണ്ടും അച്ഛന്റെ ആ പെരുമാറ്റത്തെ പേടിച്ചുമല്ലേ മകൾ ആത്മഹത്യ ചെയ്യുന്നത്. റിയൽ ലൈഫിൽ അങ്ങനെയൊരു സാഹചര്യത്തിൽ അയാളുടെ സ്വഭാവമുള്ള ഒരാൾ പെരുമാറുന്നത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കാം. പക്ഷെ അതിന്റെ അർത്ഥം അയാൾ മകളുടെ മരണത്തിന്റെ കാരണക്കാരനല്ല എന്നാകുന്നില്ല. അമ്മയുടെ അന്നേരത്തുള്ള മകളോടുള്ള സമീപനം എത്രമാത്രം ആശ്വാസം തരുന്ന രീതിയിലുള്ളതായിരുന്നു. അതുപോലെ ജഗദീഷിന്റെ കഥാപാത്രത്തിന്റെ മകളും നായകന്റെ റഫായ ഇടപെടലിന് ശേഷമല്ലേ ആത്മഹത്യ ചെയ്യുന്നത്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി അവൾക്ക് നടന്ന അബ്യൂസ് ഒരു പോലീസ് ഓഫീസറോട് തുറന്നു പറഞ്ഞതിന് ശേഷം അന്ന് രാത്രി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആ പോലീസ് ഓഫീസറുടെ പെരുമാറ്റം അത്ര പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നില്ല എന്നല്ലേ അർത്ഥം. ചുരുക്കത്തിൽ കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം ശരിക്കും ആ ജോലിക്ക് അൺഫിറ്റ് ആണ്. അത് മെന്റലി അയാൾ ഓക്കെ അല്ലാത്തത് കൊണ്ട് മാത്രമല്ല, ഒരു പോലീസ് ഓഫീസർക്ക് വേണ്ട സ്വഭാവ രീതികൾ അയാൾക്ക് പണ്ടേയില്ല. അയാൾ ക്ലെവർ ആണ്, കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ അയാൾക്ക് നല്ല കഴിവുമുണ്ട്. പക്ഷെ അത് മാത്രം പോരല്ലോ. മറ്റുള്ളവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പേടിക്കാതെ തുറന്നു പറയാൻ കഴിയുന്ന ഒരു സ്വഭാവം കൂടി ഒരു പോലീസുകാരന് ഉണ്ടാവേണ്ടതല്ലേ. പ്രിയാമണിയുടെ കഥാപാത്രം ഡിവോഴ്സിന് ശേഷം ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഹസ്ബൻഡിന്റെ നിരപരാധിത്വം മനസ്സിലാക്കുന്നതും പിന്നീട് ഒന്നാകുന്നതും ഇതിനു മുമ്പും എവിടെയോ കണ്ടൊരു ഫീൽ, ഒരു ദേജാവ് പോലെ. വേറെ ഏതൊക്കെയോ സിനിമകളിൽ ഇത് റിപ്പീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു. ഇനി വില്ലൻ ഗാങ്ങിലേക്ക് വന്നാൽ വില്ലന്മാരും വില്ലത്തികളും ഒക്കെ കൊള്ളാമായിരുന്നു. പക്ഷെ ഡ്രഗ് അഡിക്റ്റ് ആയ വില്ലന്മാർ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമ്മുടെയൊക്കെ ഒരു സ്ഥിരം ധാരണയെ ഒന്ന് പിക്ചറൈസ് ചെയ്തതിനപ്പുറം അത്ര ഡീപ്പായി തോന്നിയില്ല ആ ഗ്യാങ്. പെർഫോമൻസ് ഒക്കെ കൊള്ളാം. തങ്ങളെ ഉപദ്രവിച്ച പോലീസുകാരുടെയും അല്ലാത്തവരുടെയും പെൺകുട്ടികളെ ഡ്രഗ് നൽകി വശീകരിച്ച് ഉപയോഗിച്ച് അത് വീഡിയോ എടുക്കുന്ന ഒരു ഗ്യാങ്. എല്ലാവരോടും അങ്ങനെ തന്നെ പെരുമാറുന്നത്, എല്ലാവർക്കും ഒരേപോലെ പെൺകുട്ടികൾ ഉണ്ടാകുന്നത്, ഈ പെൺകുട്ടികളെല്ലാം തന്നെ ഒരുപോലെ ഡ്രഗും കാട്ടി വശീകരിക്കാൻ ചെന്നാൽ കൂടെ പോകുന്നത്, അതൊക്കെ ഒരു ഇത്തിരി പ്രശ്നമായി തോന്നി. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യം പ്രസക്തിയൊക്കെയുണ്ട് ഈ വില്ലൻ ഗ്യാങ്ങിന്. അവസാന ഭാഗത്തെ ആ ചേസിംഗ് ഒക്കെ അറ്റമില്ലാതെ ഇങ്ങനെ നീണ്ടുപോകുന്ന പോലെ തോന്നി. ഈ ചേസിംഗും മറ്റേ ഫൈറ്റ് സീനും ഒക്കെയാണ് സിനിമയെ കുറച്ചൊന്ന് പുറകോട്ട് വലിച്ചത്. പിന്നെ എന്റെ ഒരു ഡൗട്ട്, ഇവർ 3 പോലീസും ചേർന്ന് മറ്റേ പെണ്ണിനെ പിടിക്കാൻ പബ്ബിൽ പോകുന്നുണ്ടല്ലോ. ആ സീനിൽ 2 പേർ പബ്ബിലേക്ക് പോകുമ്പോൾ ഒരാൾ ആ പെണ്ണിന്റെ വണ്ടിക്ക് കാവിൽ നിന്നിരുന്നെങ്കിൽ പെണ്ണിനെ ഈസിയായി പൊക്കാമായിരുന്നല്ലോ. അതാണല്ലോ പോലീസുകാരുടെ പൊതുവെയുള്ള ഒരു രീതി. ഇവർക്കാണെങ്കിൽ ആ പെണ്ണിന്റെ വണ്ടി ഏതാണെന്നും എവിടെയാണെന്നും ഒക്കെ അറിയുകയും ചെയ്യാം. എന്നിട്ടും 3 പേരും കൂടി അകത്ത് കയറിയത് മോശമായി പോയി. ജഗദീഷിന്റെ കഥാപാത്രമൊക്കെ വളരെ നന്നായി വന്നിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ വന്നു നിൽക്കുമ്പോഴുള്ള ശരീരഭാഷയൊക്കെ ശരിക്കും ഒരു സാധാരണക്കാരൻ അച്ഛൻ്റെതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പടം എൻഗേജിംഗ് ആയിരുന്നു ചില സീനുകൾ ഒഴിച്ച്. എന്നാൽ കണ്ടു കഴിയുമ്പോൾ ഇവർക്ക് അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ, ഇങ്ങനെ മതിയായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചില തോന്നലുകൾ വരികയും ചെയ്യും. അപ്പൊ എന്താണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.